വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിനിടെ കുടുങ്ങിയ ഒരാളെ രക്ഷിക്കാൻ ശ്രമം. ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടുപോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല. ഒരു ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാണ്. ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിലാണ് ആൾ ഇപ്പോഴുള്ളത്. രക്ഷിക്കാൻ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ആർക്കും എത്താനായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാഘവനാണ് ഈ ദൃശ്യങ്ങൾ ചാനലുകൾക്ക് അയച്ചു കൊടുത്തത്. സ്ഥലത്തേക്ക് NDRF സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമല മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടേക്ക് ആളുകൾക്ക് എത്താനാകുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാഘവൻ പറഞ്ഞു. നിരവധി വീടുകളുണ്ടായിരുന്ന സ്ഥലത്താണ് ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥലത്താണ് ഇയാൾ കുടുങ്ങിക്കിടക്കുന്നത്. പ്രദേശത്തുള്ളവർ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഴ തുടരുന്നത് തിരിച്ചടിയാകുന്നുണ്ട്. അയാളോട് പാറക്കെട്ടിൽ പിടിച്ചിരിക്കാൻ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. മേപ്പാടി മുണ്ടക്കൈ സർക്കാർ UP സ്കൂളിന് സമീപത്താണ് ഇയാൾ കുടുങ്ങിക്കിടക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. പുലർച്ചെ 1 മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെയാണ് ചൂരൽമല സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാലാണ് അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളും മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട്. പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിലുണ്ടായത്. കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഇപ്പോഴും തുടരുകയാണ്.